പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി തന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കഷ്ടതകളിൽ കൂടെ ഇരുന്നും നമ്മുടെ ദുഃഖങ്ങളിൽ നമുക്ക് ആശ്വാസമേകിയും കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് ഈ സമയം? ദൈവം നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദൈവം നിങ്ങളെ കരുതുന്നവനാണ്. ദൈവം നിങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവമാണ്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ കൂടെ ഇരിക്കുവാൻ നല്ലൊരു സഖിയായി, നല്ലൊരു തുണയായി കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. സങ്കീർത്തനങ്ങൾ 46 അധ്യായം അതിൻ്റെ 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഷ്ടതകളിൽ, നമ്മുടെ കഷ്ടതകളിലൊക്കെയും ദൈവം ഏറ്റവും അടുത്ത തുണയാണ്. അതുമാത്രമല്ല, ദൈവം നമ്മുടെ സങ്കേതമാണ്, ദൈവം നമ്മുടെ കോട്ടയാണ്, ദൈവം നമ്മളെ കരുതുന്നവനാണ്. അവൻ നമുക്ക് നമ്മുടെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓടി അണയുവാൻ, നമുക്ക് ഓടി ഒളിക്കുവാൻ, നമുക്ക് ഓടി സഹായം ചോദിക്കുവാൻ, നമുക്ക് ഓടിച്ചെന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം അവൻ നമുക്കൊരു സങ്കേത നഗരമായി മാറുന്ന ദൈവമാണ്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഷ്ടതകൾ ദൈവം കൂടെയുണ്ട്, നിങ്ങളുടെ ദുഃഖങ്ങൾ ദൈവം കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മകളെ കൊണ്ട് നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾ ഒരിക്കലും നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയുള്ളതല്ല. നിങ്ങളെ ദുഃഖത്തിൽ നിങ്ങളെ നശിപ്പിച്ച് നിങ്ങളെ ഇല്ലാതാക്കി ഭൂമുഖത്തിൽ നിന്ന് നിങ്ങളുടെ പേര് നീക്കിക്കളയുവാൻ തക്കവണ്ണം ഉള്ളതൊന്നുമല്ല. ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിനായി മാറുവാൻ, നിങ്ങൾ ദൈവത്തോട് അല്പം അടുത്ത് വരുവാൻ തക്കവണ്ണം, അങ്ങനെയൊക്കെ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനാൽ നിരാശപ്പെട്ടു പോകരുത്, നിങ്ങൾ ഒന്നിനാൽ ദുഃഖിച്ചു പോകരുത്. നിങ്ങളുടെ ഏറ്റവും അനുഗ്രഹമായി തന്നെ ദിവസങ്ങൾ ദൈവം മുന്നോട്ട് നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടുപോകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസത്തിലെ എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് അറിയുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വളരെയധികം സന്തോഷമുണ്ട് പ്രിയ ദൈവമക്കളെ. കാരണം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഈ മാധ്യമത്തിലൂടെ പറയുവാൻ ദൈവം നല്ലൊരു അവസരത്തെ നൽകിയല്ലോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി അനേകം പേർ വിളിച്ച് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ അനേകം കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും ഒക്കെയും ദൈവം ഈ ദിവസങ്ങൾ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കൂട്ടായ്മ നെടുമങ്ങാട് കുന്നുനട എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. കഴിയുന്നവരൊക്കെ ആ മീറ്റിങ്ങിൽ കടന്നു വരിക. ഈ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആ മീറ്റിംഗ് നടക്കുന്ന സമയങ്ങളൊക്കെയും നിങ്ങൾക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം മാർക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം അതിൻ്റെ 40 വാക്യം. അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഒരു കുഷ്ഠരോഗി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ മുട്ടുകുത്തി, കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ പറയുന്നു: നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അല്ലേ? നിനക്ക് കഴിയും എന്ന് എനിക്കറിയാം. അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഈ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം പറയുന്നത്, കുഷ്ഠരോഗി അവൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്തു? കടന്നു വന്നു. സാധാരണയായി അന്നത്തെ കാലയളവിൽ ഒരിക്കലും ഈ കുഷ്ഠം ബാധിച്ചൊരു വ്യക്തി ഒരിക്കലും അവരുടെ ആ പാളയത്തിന് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരിടത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. അത് മറ്റുള്ളവർ കാണുന്നുവെങ്കിൽ അവനെ അശുദ്ധനായി കണ്ട് അവനെ കല്ലെറിയുകയും അവനെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അന്നത്തെ ആ കാലയളവിലുണ്ട്. അപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, അവൻ്റെ പ്രതിസന്ധികളിൽ, അവൻ്റെ കഷ്ടത നിറഞ്ഞ പ്രയാസത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ നിന്ദിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെ കളിയാക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവൻ്റെ ആ പ്രതിസന്ധികൾ അവന് കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവരെ കളിയാക്കലുകൾ, അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ. ഒരു കുഷ്ഠരോഗി പൊക്കഴിഞ്ഞാൽ അവൻ്റെ അടുത്തൂടെ ആരും പോകത്തില്ല, അവനാരും ഒരു സഹായവും ചെയ്യത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ കുഷ്ഠരോഗി ആയിരിക്കുമ്പോൾ ഇവിടെ എന്തെന്നറിയാമോ? അവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അല്ലേ? ഇവിടെ കടന്നു വന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? അവൻ മുട്ടുകുത്തുന്നു. അവൻ ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് പുതപ്പൊക്കെ ഇട്ട് പുതച്ച് ആരും കാണാത്ത രീതിയിലായിരിക്കാം കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നാൽ, അവിടെ വരുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ എത്തുമ്പോൾ അവനൊരു വിടുതൽ കിട്ടുമെന്ന് അവൻ ഉറപ്പുണ്ട്. കാരണം
അവൻ മൂടി പുതച്ച് വന്നിട്ട് അവൻ്റെ ഈ പ്രശ്നം കർത്താവിൻ്റെ മുൻപിൽ അവൻ തുറന്നു കാണിക്കുമ്പോൾ, അവിടെ കൂടിയിരിക്കുന്ന ജനത്തിൻ്റെ മുൻപാകെ അവൻ ആ പ്രശ്നം തുറന്നു കാണിക്കുമ്പോൾ, ഒരിക്കലും ആ അസുഖത്തിൽ നിന്ന് അവൻ ഭേദമായിട്ടല്ല അവൻ അവിടെ നിന്ന് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭേദമായില്ല എങ്കിൽ എന്തെന്നറിയാമോ, ഒരിക്കലും അവന് തിരിച്ചു പോകാൻ കഴിയത്തില്ല. കാരണം അവിടെ മനുഷ്യൻ അവനെ അടിച്ച് ഇല്ലാതാക്കുവാൻ തക്ക വേണ്ടിയായി തരും, കല്ലുകൾ പറക്കി എറിഞ്ഞ് അവനെ നശിപ്പിച്ച് കളയും. കാരണം അവൻ അശുദ്ധൻ എന്നുള്ള ഒരു പട്ടികയിലാണ് ഇന്നത്തെ അല്ലെങ്കിൽ അന്നത്തെ ആ ജനങ്ങൾ ആ ഒരു കുഷ്ഠരോഗിയെ കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ പ്രതിസന്ധികളെ തരണം ചെയ്ത് കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി എന്തിനാണെന്നറിയാമോ? അവൻ വെറുതെ അല്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ആ സന്ദേശം മനസ്സിലാകുന്നുണ്ട്? അവൻ വന്ന് മുട്ടുകുത്തിയത് വെറുതെ ഒന്നുമല്ല, വെറുതെ വന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അവൻ എന്ത് ചെയ്ത് വന്ന് മുട്ടുകുത്തി. അവനൊരു ഉറപ്പുണ്ടായിരുന്നു. എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ ഞാൻ എത്തിക്കഴിഞ്ഞാൽ, കർത്താവിൻ്റെ മുൻപാകെ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രശ്നം മാറുമെന്നുള്ള ഒരു ഉറപ്പ് ആർക്കുണ്ടായിരുന്നു? ഈ കുഷ്ഠരോഗിയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവൻ വെറുതെ ഒന്നുമല്ല, ഇത്രയും പണിപ്പെട്ട് അവൻ ബുദ്ധിമുട്ടി അവൻ കടന്നു വന്നത് വെറുതെ അല്ല, അവനൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കയ്യിലൊരു 100 രൂപ ഉണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എറണാകുളത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൻ്റെ ഏത് പ്രദേശത്തിൽ തിരുനെൽവേലിയോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരിടത്തേക്ക് പോകാൻ നിങ്ങൾക്ക് 100 രൂപയുടെ ടിക്കറ്റാണ് ആവശ്യമെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തിരുവല്ലയിലോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ ആ 100 രൂപ ടിക്കറ്റ് എടുത്ത് പോയി നിങ്ങൾക്ക് മടങ്ങി വരുവാനുള്ള കാശ് നിങ്ങളുടെ കയ്യിലില്ല, അല്ലേ? പക്ഷേ നിങ്ങൾ പോകുന്നിടത്ത് നിന്ന് നിങ്ങൾക്കത് ലഭിക്കുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ 100 രൂപയുടെ ആ ഒരു ടിക്കറ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യും? പോകും. പക്ഷേ നിങ്ങൾക്കത് ഉറപ്പില്ല എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു 100 രൂപ തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ഒന്നുകിൽ പോകത്തില്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചു വരുവാനുള്ള ആ പൈസയോടെ കരുതിയിട്ടേ പോവുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് തിരിച്ചു വരുമ്പോൾ അവന് സൗഖ്യമായി വരുമെന്നുള്ള ഒരു ഉറപ്പ് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ പോയി ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ എന്ത് ചെയ്യുന്നു? അവൻ മുട്ടുകുത്തുന്നു. അതിനുശേഷം പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും, അല്ലേ? കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സുണ്ടെങ്കിൽ, അവനൊരു കർത്താവിന് എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കഴിയും. വേറെ ഒരു തടസ്സവും ഇല്ല. എന്തോന്ന് വേണം? മനസ്സ് മാത്രം മതി. കാരണം അവന് കഴിയാത്ത കാര്യമല്ല, പിന്നെ അവൻ ഒരിക്കലും അത് അസാധ്യമായിട്ടൊരു കാര്യമൊന്നുമല്ല. എന്തോന്ന്? ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുക എന്നുള്ളത്. അവൻ ഒരുപാട് അത്ഭുതങ്ങൾ എന്ത് ചെയ്തു? കേട്ടിട്ടുണ്ട്. യേശുക്രിസ്തു ചെയ്ത അനേക അത്ഭുതങ്ങളെ ഈ വ്യക്തി കേട്ടിട്ടുണ്ട്. അനേകം വീര്യപ്രവർത്തികളെ ഈ വ്യക്തി കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെന്നറിയാം, അവൻ സകല പ്രതിസന്ധികളെയും തരണം ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തുവാൻ അവൻ തയ്യാറായത്. അങ്ങനെ മുട്ടുകുത്തിയിട്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു, അല്ലേ? എന്ന് പറഞ്ഞു. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സ് മാത്രം മതി, നിനക്ക് സാധിക്കുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ നിനക്കൊരു മനസ്സ് വേണം. കാരണം കഴിഞ്ഞ ഒരുപാട് സമയങ്ങളിൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ വളരെ വൈദ്യന്മാരുടെ അടുക്കിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. അവരാരും അവനെ സൗഖ്യമാക്കുവാൻ എന്ത് ചെയ്തില്ല? മനസ്സ് കാണിച്ചില്ല, അല്ലേ? അവരാരും അവനെ ചിലപ്പോൾ സൗഖ്യമാക്കുവാൻ മനസ്സ് കാണിച്ചില്ലായിരിക്കാം. ചിലപ്പോൾ അത് അവർക്ക് കഴിയാത്തത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ അവൻ്റെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങളോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നെ ഒന്ന് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എൻ്റെ ഒരു വൈദ്യൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരിക എന്നൊക്കെ ചിലപ്പോൾ ആ വ്യക്തി തൻ്റെ ബന്ധുക്കളോടും തൻ്റെ കൂട്ടുകാരോടും അതുപോലെ തന്നെ തൻ്റെ വീട്ടിലെ സഹോദരങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് ആർക്കും എന്ത് ചെയ്തിട്ടില്ല? ആ മനസ്സ് വന്നിട്ടില്ല. അവനിപ്പോൾ എവിടെയാണെന്നറിയാമോ? അവൻ ആരുമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന അനുഭവത്തിലായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്തത് അവനായിരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്ന് അറിയാമോ, അവൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യുക? ഒന്ന് ശുദ്ധമാക്കുക. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളുടെ നടുവിൽ, നിങ്ങളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, നിങ്ങളിന്ന് വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങളൊന്ന്
ദൈവത്തിൻ്റെ അടുക്കലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് എത്തപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൗഖ്യം സംഭവിക്കും. ഹല്ലേലൂയ! എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾക്ക് അത് പ്രതിസന്ധി ആയിരിക്കാം. കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയം പോലെ തന്നെ നിങ്ങൾക്ക് അതൊരു പ്രയാസമായിരിക്കാം. കർത്താവിൻ്റെ അടുക്കലേക്ക് നിങ്ങളെ ഒന്ന് എത്തിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മതപരമായി മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ദൈവത്തിൻ്റെ അടുക്കൽ, യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ വെല്ലുവിളിയായിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചെന്നിരിക്കാം, എനിക്ക് ആരാധനാലയത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള സിറ്റുവേഷനിലായിരിക്കാം. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ തടസ്സമല്ല പ്രിയ ദൈവമക്കളെ. നിങ്ങൾ ഏതൊരു ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, ഏതൊരു മതത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നാലും, ഏതൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായാലും നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഒരു ഉപാധികളുമില്ല. നിങ്ങൾ ക്രിസ്തുവിൻ്റെ മതത്തിൽ ചേരണമെന്ന് ആരും പറയത്തില്ല. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിങ്ങൾക്കൊന്ന് രുചിച്ചറിയണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സാമീപ്യത്തെ, അവൻ നൽകുന്ന സമാധാനത്തെ, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, മറ്റൊരു വ്യക്തി തരുന്നത് പോലെയല്ല, ലോകത്തിലെ മറ്റു മതങ്ങൾ തരുന്നത് പോലെയല്ല. യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊന്നും നിങ്ങളുടെ ഈ ഇന്നത്തെ ജീവിതത്തിൽ ആയിരിക്കുന്ന ക്രിയകൾക്ക്, പ്രക്രിയകൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥകൾക്ക് അതൊന്നും ഒരു തടസ്സമല്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ കണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ ഇന്ന് യേശുവിനോട് നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങളൊരു അത്ഭുതം കാണാതെ ഒരിക്കലും നിങ്ങൾ പോകത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ഇന്ന് ഈ സമയം വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ട്? നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, അവിടെ നിങ്ങൾക്ക് വിടുതലുണ്ട്. നിങ്ങൾ ഇന്ന് നീറിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ അതിനൊരു ആശ്വാസം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരയുന്നുവെങ്കിൽ ആ വിഷയത്തിന്റെ നടുവിൽ ദൈവം നിങ്ങൾക്കൊരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളിന്ന് കടഭാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് നിരാശപ്പെടുന്നുവെങ്കിൽ, വേദനിക്കുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് മനസ്സ് നൊന്ത് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ വിഷയത്തിന് നടുവിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്കൊന്ന് വരുവാൻ തയ്യാറാകണം. എങ്ങനെയാണ് വരേണ്ടത്? നമ്മുടെ ഫിസിക്കൽ ബോഡി കൊണ്ടല്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരിക. യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് കടന്നു വരിക. നിങ്ങളുടെ ശരീരം കൊണ്ടല്ല, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട്, ഒരു അധരങ്ങൾ കൊണ്ട് ഒരു നിമിഷം പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ ഈ പ്രശ്നത്തിന് നടുവിൽ നീ ഒന്ന് ഇറങ്ങി വരണമേ. നീ വിചാരിച്ചാൽ നടക്കും, നീ വിചാരിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ നിനക്ക് സാധിക്കുമെന്ന് നിങ്ങളൊന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടൊന്ന് പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഹല്ലേലൂയ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളൊന്ന് പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അവിടെ അതിശയങ്ങൾ സംഭവിക്കും, അവിടെ മാറാത്ത രോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ഒരിക്കലും ഓപ്പൺ ആകത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് അത് അവിടെ തുറന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം നിങ്ങളുടെ ജീവിത അത്ഭുതങ്ങളെ, അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക, കർത്താവിങ്കിലേക്ക് നിങ്ങളുടെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ ഒന്ന് പറയുവാൻ, കർത്താവിൻ്റെ മുൻപിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ അത്ഭുതം കാണുവാൻ സാധിക്കും. ഇവിടെ കാണുന്ന പോലെ കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന് നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ വിളിക്കുമ്പോൾ, നിങ്ങൾ യഥാർത്ഥമായി യേശു ക്രിസ്തുവിനോട് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പങ്കുവയ്ക്കുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്ന് പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിത അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കർത്താവിന് നിങ്ങളോട് മനസ്സലിവുണ്ടാകും. യേശു ക്രിസ്തുവിന് നിങ്ങളോടൊരു മനസ്സുണ്ടാകും. നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ ആ പ്രശ്നത്തെ ഒന്ന് ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് പുതുവഴികളെ തുറന്നു തരുവാൻ തക്കവണ്ണം
ദൈവം നിങ്ങളോട് മനസ്സാകും. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം അവൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക, നിങ്ങൾ ദൈവത്തോടൊന്ന് നിലവിളിക്കുവാൻ തയ്യാറാകണം. നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്നിരിക്കാം, പള്ളികളിൽ പോയി മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കൂ, അല്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ സാധിക്കൂ എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ നിങ്ങളിത് കാണുന്നത്, ഓൺലൈനിലായിട്ടാണോ അതോ TV ചാനലിലൂടെയാണോ, എങ്ങനെയാണോ നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇരിക്കുകയാണോ, നിൽക്കുകയാണോ, അല്ലെങ്കിൽ കിടന്നുകൊണ്ടാണോ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ യാത്രയിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലികൾ ചെയ്യുമ്പോഴാണോ ഈ സന്ദേശം കേൾക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തോട് പറയുവാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഈ കുഷ്ഠരോഗി പറയുന്നത് പോലെ, ഇത് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നു, യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെ തൊട്ടു. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിൻ്റെ മുന്നിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ടൊന്ന് കടന്നു ചെല്ലുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ട് മനസ്സലിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? യേശുക്രിസ്തു നിങ്ങളുടെ കഷ്ടത കണ്ട്, നിങ്ങളുടെ പ്രയാസം കണ്ട് നിങ്ങളോട് മനസ്സലിയുവാൻ തക്കവണ്ണം. അവൻ കരയുന്നവരുടെ കൂടെ കരയുന്നൊരു ദൈവമാണ്. അവൻ സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുന്നൊരു ദൈവമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് അവിടെ ചെന്നപ്പോൾ, കർത്താവ് യഥാർത്ഥത്തിൽ അവിടെ ലാസറിനെ ഉയർപ്പിക്കുവാനാണ് കടന്നു വന്നത്. എന്നാൽ മാർത്തയുടെയും മറിയയുടെയും ആ സങ്കടം കണ്ടപ്പോൾ, വിഷമം കണ്ടപ്പോൾ, അവിടെ കൂടിയിരുന്ന വ്യക്തികളുടെ വിഷമങ്ങളൊക്കെയും കണ്ടപ്പോൾ കർത്താവിനും അങ്ങ് മനസ്സലിഞ്ഞു, അവനോടെ എന്ന് കരഞ്ഞു. അതാണ് ഇവിടെ തിരുവചനം പറയുന്നു, യേശു കണ്ണുനീർ വാർത്തു. അതേ പ്രിയമുള്ളവർ, നിങ്ങൾ കരയുന്നുവെങ്കിൽ, നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ നിങ്ങൾ വെങ്ങിപ്പൊട്ടുന്നുവെങ്കിൽ, അവിടെ നിങ്ങളോടൊപ്പം കരയുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മനസ്സലിയുവാൻ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. യേശു ക്രിസ്തു അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രതീക്ഷ നഷ്ടപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ, ലോകത്തിലുള്ള മനുഷ്യരൊക്കെ അവനെ കാണുമ്പോൾ അവർ ഓടി മാറിപ്പോകും. അവനെ കാണുമ്പോൾ അവർ ഓടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഇവിടെ പറയുന്നു, യേശു മനസ്സലിഞ്ഞു കൈനീട്ടി അവനെന്ത് ചെയ്തു? തൊട്ടു. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിലെ മനുഷ്യരൊക്കെയും നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുമ്പോൾ അവർ മാറി നിന്നിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവർ ഓടി ഒളിച്ചെന്നിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ വന്ന് നിങ്ങളെ തൊടുവാൻ തക്കവനുടേതിൽ. അവൻ ഓടിപ്പോകുന്ന ദൈവമല്ല. സാധാരണയായിട്ട് നമ്മളൊക്കെയും പറയുന്നൊരു കാര്യമാണ്, ഈ സഹോദരിമാരുടെ പെൺമക്കൾക്ക് ഉള്ള, അല്ലെങ്കിൽ അപ്പനില്ലാത്ത പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ചിലപ്പോഴൊക്കെയും അവരുടെ അമ്മാവന്മാർക്ക് അല്ലെങ്കിൽ മാമന്മാർക്കൊക്കെ എന്ത് ചെയ്യും, അതൊരു ബാധ്യതയായിട്ട് കടന്നു വരാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു സഹോദരിക്ക് ഭർത്താവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ വിവാഹം, അല്ലെങ്കിൽ അവിടെ ആ സഹോദരിയുടെ മകളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടത് ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ അമ്മാവൻ്റെ അല്ലെങ്കിൽ മാമൻ്റെയൊക്കെയും ചുമതലയായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അതുപോലെ ഉള്ള സിറ്റുവേഷനിൽ ചിലരൊക്കെ എന്ത് ചെയ്യുന്നറിയാം, അതിൽ നിന്ന് ഓടി ഒളിക്കും. ആ സിറ്റുവേഷൻ അതൊരു എനിക്കൊരു ബാധ്യതയാണെന്ന് പറഞ്ഞ് അവരൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ മാറിപ്പോകും. അതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ലോകത്തിലുള്ള നിങ്ങളുടെ സഹായികൾ, നിങ്ങളുടെ വ്യക്തികൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ ചാർച്ചക്കാരൊക്കെയും അത് എൻ്റെ ജീവിതത്തിൽ അതൊരു ഭാരമായിട്ട് മാറുമോ എന്നുള്ള ചിന്തയിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഓടി മാറിപ്പോയാലും, ഇവിടെ തിരുവചനം പറയുന്നറിയാമോ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ ഒന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നില്ല, അവൻ വന്ന് നിങ്ങളെ ഒന്ന് തൊടുവാൻ തക്കവൻ മടിയായിത്തീരും. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, നിങ്ങൾക്കൊന്ന് സൗഖ്യം നൽകുവാൻ അവൻ നിങ്ങളെ തൊടുവാൻ തക്കവൻ മടിയായിത്തീരും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുവാൻ തക്കവൻ മടിയായിത്തീരുന്നു ഫേസ്ബുക്കിൽ. ഒരു രാത്രി എന്ത് ചെയ്യുന്നറിയാമോ, 2 പെൺമക്കൾ ഒരു മാതാവിനെ അതോ പിതാവിനെയോ ആരെയോ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ മൂടി ഒരു വണ്ടിയിൽ നിന്ന് എടുത്ത് ഒരു റോഡിൻ്റെ സൈഡിൽ കിടത്തിയിട്ട് 2 പേരും ഓടിക്കളയുന്നു. അതിൽ ഒരു മകൾ എന്ത് ചെയ്യുന്നറിയാമോ, ഓടി വന്ന് ബെഡ്ഷീറ്റ് എടുത്ത് മൊത്തത്തിൽ അങ്ങ് മൂടിയിടുകയാണ്. അപ്പോൾ മറ്റേ മകൾ പോയ ശേഷം തിരിച്ചു വന്ന് ആ മുഖത്തിൽ നിന്ന് മാത്രം മാറ്റി ശരീരത്തിലേക്ക് ബെഡ്ഷീറ്റൊക്കെ മൂടിയിട്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, ഓടിക്കളയുന്നു. കാരണം
തങ്ങളുടെ അല്ലെങ്കിൽ മാതാവിനോ പിതാവിനോ ആർക്കോ എന്ത് ചെയ്തു, മാരകമായ അസുഖങ്ങൾ വന്നു, അവരെ നോക്കുവാൻ കഴിയാത്ത സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ആ സാഹചര്യത്തിൽ നിന്ന് അവർ ഒളിച്ചോടി പോകുന്നു. എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, കടബാധ്യത കൊണ്ട് നിങ്ങൾ മുങ്ങിപ്പോയി നിങ്ങളിനെ നശിച്ചു പോകുമെന്നുള്ള ചിന്തയിൽ നിങ്ങളായിരിക്കുമ്പോൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സഹായി അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങളുടെ ബന്ധു നിങ്ങളെ സഹായിച്ചാൽ അത് അദ്ദേഹത്തിന് ബാധ്യതയായി തീരുമെന്നുള്ള ചിന്തയിലായിരിക്കുമ്പോൾ, സകലരാലും കൈവിട്ട അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ, നിങ്ങൾ യേശുവിനെ ഒന്ന് വിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളൊന്ന് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അവൻ മറ്റുള്ളവരെ പോലെ എന്ത് ചെയ്യത്തില്ല, അവൻ ഓടിപ്പോകത്തില്ല. അവൻ നിങ്ങളുടെ മേൽ കൈവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ അവൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിൽ അവൻ കരങ്ങളെ നിങ്ങൾക്ക് നീട്ടിത്തന്ന് ആ പ്രശ്നത്തിൽ നിന്ന് അവൻ നിങ്ങളെ കരകയറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഏതൊരു പ്രശ്നത്തിന് നടുവിലായിരുന്നാലും ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന്, യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കൊന്ന് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ സമയം വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് സമയം ദൈവത്തിൻ്റെ മുൻപാകെ, യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. അത് മാത്രമല്ല, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. അതേ പ്രിയമുള്ളവരെ, ഇവിടെ ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ അവൻ വന്നു മുട്ടുകുത്തി, അവൻ ദൈവത്തോട്, യേശുവിനോട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഇവിടെ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഒന്നാമത് അവനോട് മനസ്സലിയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ്റെ പ്രശ്നം കണ്ട് അവനോട് മനസ്സലിഞ്ഞു. അടുത്ത് പറയുന്നു, അവനെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ്റെ കരം നീട്ടി അവൻ്റെ ശരീരത്തിലൊന്ന് തൊട്ടു. ആരും തൊട്ടിട്ടില്ല ഇതുവരെ. ഈ കുഷ്ഠരോഗം പിടിച്ച ശേഷം അവൻ്റെ ശരീരത്തിൽ ഒറ്റ മനുഷ്യൻ തൊട്ടിട്ടില്ല. കാണുന്നവരൊക്കെ അവനിൽ നിന്ന് ഓടി മാറുകയാണ്. എന്നാൽ യേശു ക്രിസ്തു എന്നറിയാമോ, മനുഷ്യൻ ചെയ്യുന്നതിന് വിപരീതമായി എന്ത് ചെയ്യും യേശു ക്രിസ്തു? എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്? നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നറിയാമോ നിങ്ങൾക്ക് യേശുവിൽ നിന്ന് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിച്ച പോലെ യേശു മനസ്സലിഞ്ഞു, പിന്നെ യേശു കൈനീട്ടി അവനെ തൊട്ടു. പിന്നെ അടുത്ത് പറയുന്നു, അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കെന്ത് ചെയ്യുന്നു, മനസ്സുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കാണ് പ്രിയമുള്ളവരെ. നിങ്ങളുടെ പ്രശ്നത്തിന് നടുവിലും യേശു ക്രിസ്തു നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നിങ്ങളെ സൗഖ്യമാക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാൻ എനിക്ക് മനസ്സുണ്ട്. കടബാധ്യതയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുവാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം എനിക്ക് മനസ്സുണ്ട്. നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നത്തിന് നടുവിലും നിന്നെ അതിൽ നിന്ന് കരകയറ്റുവാൻ എനിക്ക് മനസ്സുണ്ട്. നിന്നെ അപമാനിക്കുന്ന ഈ അവസ്ഥകളിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ നിന്ന് നിന്നെ മാറ്റി നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ ഭാവിയെ അനുഗ്രഹിക്കാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തെ മാറ്റുവാൻ തക്കവണ്ണം എനിക്ക് മനസ്സുണ്ട്. നിനക്ക് നല്ലൊരു ജോലി തരുവാൻ എനിക്ക് മനസ്സുണ്ട്. നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളെ ഒന്ന് നേരെയാക്കുവാൻ തക്കവണ്ണം എനിക്ക് മനസ്സുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നൊരു കാര്യമാണ്, നീ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരുവാൻ തയ്യാറാകണം. യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നീ ഒന്ന് കടന്നു വന്ന് നീ ദൈവത്തോട് നിന്റെ ആവശ്യങ്ങളെ നീ ഒന്ന് പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ആവശ്യത്തിന് നടുവിലൊക്കെയും ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞ് നിനക്ക് നിന്റെ പ്രശ്നത്തിന് നടുവിൽ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സുണ്ട്. ഇവിടെ ദൈവം പറയുന്ന പോലെ അവനോട് പറയുകയാണ്, കുഷ്ഠരോഗി പറയുകയാണ്, മനസ്സുണ്ട്, നീ എന്ത് ചെയ്യുക, ശുദ്ധമാകുക. നിന്റെ പ്രശ്നങ്ങളെയൊക്കെയും നീ സോൾവ് ചെയ്യുക, നീ സൗഖ്യം പ്രാപിക്കുക, നിനക്ക് നല്ലൊരു ജോലി ലഭിക്കുക. ഇതൊക്കെയും ദൈവം നമ്മോട് പറയുകയാണ്. പക്ഷേ തിരുവചനം പറയുന്ന പോലെ നീ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് വരുവാൻ തയ്യാറാകണം. നീ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്കൊന്ന് വരുവാൻ തയ്യാറാകണം. നീ ഹൃദയം കൊണ്ട് യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവായി ഒന്ന് സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഇങ്ങനെ ഒരു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്നോട് സംസാരിക്കണമേ എന്ന് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇങ്ങനൊരു യേശു ക്രിസ്തു, സൗഖ്യം നൽകുന്ന യേശു ക്രിസ്തു,
എൻ്റെ പ്രശ്നത്തിന് നടുവിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള യേശു ക്രിസ്തു, എൻ്റെ ഈ ഇന്നത്തെ അപമാനത്തിൽ നിന്ന് എന്നെ ഒന്ന് കരകയറ്റുവാൻ, എൻ്റെ ഈ ജീവിത സാഹചര്യത്തിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റിമറിക്കുവാൻ അങ്ങനെ ഒരു വ്യക്തി ഇന്ന് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്നോട് സംസാരിക്കണമേ എന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് ഹൃദയത്തിൽ നിന്ന് പറയുവാൻ സാധിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ, അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു കാത്തിരിക്കുന്നു. ഇവിടെ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ തൻ്റെ പ്രശ്നത്തെ പരിഹരിച്ച് കർത്താവിങ്കിൽ നിന്ന് മടങ്ങിപ്പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മടങ്ങിപ്പോക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരങ്ങളെ നിങ്ങൾക്ക് ഒരുക്കി തരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളും ഈ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഏത് സാഹചര്യം നിങ്ങൾ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്ന് നിങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു നിമിഷം പറഞ്ഞാട്ടെ, കർത്താവേ, എൻ്റെ പ്രശ്ന നടുവിൽ നീ ഒന്ന് ഇറങ്ങി വരണമേ, എൻ്റെ ദുഃഖങ്ങൾ നീ ഒന്ന് ഇറങ്ങി വരണമേ. അതിരങ്ങളെ തുറന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്ത് പ്രയാസത്തിലാണോ കർത്താവേ ഇന്ന് അവർ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവേ അവരുടെ ജീവിതത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രകാശിക്കണമേ. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ അങ്ങ് പ്രകാശിപ്പിക്കുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിൽ നിന്ന് അത്ഭുതങ്ങളെ അങ്ങ് ചെയ്യുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അത്ഭുതങ്ങൾ അതിശയങ്ങളും കൊണ്ട് കർത്താവേ അവരെ അങ്ങ് നിറയ്ക്കുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അപ്പോൾ അങ്ങയുടെ അടുക്കിലേക്ക് ജനം കടന്നു വരുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, അങ്ങ് അവർക്ക് വേണ്ടി സകലതും നിർവഹിച്ചു കൊടുക്കുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അവങ്കിലേക്ക് നോക്കി അവരെ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവേ, അങ്ങേ നോക്കുന്നവരാരും ലജ്ജിച്ചു പോകാതെ വണ്ണം കർത്താവ് അവരുടെ പ്രശ്നത്തിന് നടുവിൽ കർത്താവേ നീ അങ്ങ് ഇറങ്ങി വരുന്ന നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സർവ്വധന കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപാകെ നിങ്ങളൊന്ന് സമർപ്പിച്ച് ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കി തീർക്കട്ടെ. നിങ്ങളൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നെടുമങ്ങാട് കുന്നുനടയിൽ പ്രവർത്തിക്കുന്ന ഫെയ്ത്ത് മോർ വർഷിപ്പ് സെൻ്ററിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥനാ വിഷയം ഞങ്ങളോട് പറയുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. വൻ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആർക്കെങ്കിലും ഭവനങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറുവാൻ സാധിക്കും. ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലവനും വല്ലവനുമായി ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.